ആദ്യമായിട്ടായിരിക്കണം ഒരു വർഷത്തിൽ മെയ് തൊട്ട് ഡിസംബർ വരെ മഴ പെയ്യുന്നത്, മനസ്സിലായി? അപ്പോൾ നമ്മൾ 6 മാസത്തെ ഡേറ്റ് ആണ് ഈ ആളുകാരുടെ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും ആക്ടേഴ്സ് ഇല്ലേ, 6 7 8 9 10 സൈജു ഗ്രൂപ്പൊക്കെ 3 സിനിമ കളഞ്ഞു. ജയസൂര്യ പിന്നെ കുറേ നാളായിട്ട് ഇതിനു വേണ്ടി നിൽക്കുകയാണെന്നെങ്കിലും പറയാം. വിനായകന് തമിഴ് പടമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ പല ഇഷ്യൂസ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇത്രയും നാൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഹെവി ആക്ഷനും ഹെവി റണ്ണിങ്ങും. കുതിരയ്ക്ക് സുഖമില്ലാതെ വരുന്നുണ്ട്. കുതിരയുടെ കണ്ടിന്യൂറ്റി ഉണ്ട്. കുതിര എത്ര കുതിരകളെ ഇവരെയൊക്കെ കുതിര പഠിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഷൂട്ട് തീർത്തു എന്ന് പറഞ്ഞിട്ട് ഇനി ഇത് ഇറക്കിയാൽ മതിയല്ലോ. അങ്ങനെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നോക്കുമ്പോൾ ഡ്യൂറേഷൻ ഇങ്ങനെ കൂടി വരുന്നു, കുറേ കോമഡികൾ പോകുന്നു. എന്തായാലും പോട്ടെ, ജോണർ ഷിഫ്റ്റാണ്, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഇറക്കാനിരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ദേ വരുന്നു യുദ്ധം. നല്ല രസമല്ലേ? അതിൻ്റെ കൂടെ അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇറക്കാൻ പറ്റുമായിരിക്കും അല്ലേ, ഇങ്ങനെയൊക്കെ എങ്ങനെ ആയിരിക്കും. അപ്പോൾ അവിടെ വലിയ ഡീലൊക്കെ ചെയ്തിട്ടുണ്ട്, വലിയ പടായുണ്ട്. അവിടെ നമ്മൾ എം ജി മിനിമം ഗ്യാരണ്ടി വലിയ എമൗണ്ടിനൊക്കെ കൊടുത്തിരിക്കുക. അപ്പം അത് ഓക്കെ, ഒന്ന് രക്ഷപ്പെട്ട് വരികയാണ്. ഓക്കെ, അപ്പം നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം ഓക്കെ, മിഡിൽ ഈസ്റ്റ് വേൾഡ് വൈഡ് ഇത്രയും കിട്ടി. ഇനി നമുക്ക് OTT സാറ്റലൈറ്റ് തിയേറ്റർ ഹായ് ബാങ്കൊക്കെ ഒരു അക്കൗണ്ടൊക്കെ തുറക്കാം. അങ്ങനെ ആഗ്രഹിച്ചിരിക്കണോ. അപ്പം ദേ വരുന്നു യുദ്ധം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അവർ പറയുന്നു, ആരോടും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അഥവാ നമുക്ക് ഇത് ലോസ് ആയാൽ ഉള്ള ഫ്രണ്ട്സ് കൂടെ പോകും. ആരോടും പറയണ്ട, അപ്പോൾ ഇറക്കണോ വേണ്ടയോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടോക്സിക് എന്ന് പറയുന്ന പടം മാറുന്നു. സെയിം ഡേ റിലീസ് ചെയ്യാനിരുന്ന. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവരെന്തായാലും അത്യാവശ്യം ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ, അല്ലാതെ അവരൊരു ഡേറ്റ് മാറ്റില്ലല്ലോ. അപ്പം അവരവിടെ പോയി അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നൊക്കെ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ അത്യാവശ്യം വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ഞാൻ വേണുചേട്ടനെ വിളിച്ചു, എൻ്റെ പാർട്ട്ണർ. അപ്പോൾ വേണുചേട്ടൻ ദുബായ് ബേസ്ഡ് ആണ്. സോ വേണുചേട്ടൻ എൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയാണ്. അപ്പോൾ വേണുചേട്ടൻ ഇവിടെ സ്റ്റക്ക്, അവിടെ പോയാലല്ലേ അറിയാൻ പറ്റും, ഫ്ലൈറ്റ് ഇല്ല. അപ്പം പോയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. പക്ഷേ അത് പ്രോബ്ലം അവിടെ ഫേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നോമ്പ് കാലമായതുകൊണ്ട് ഒരു പടവും തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. സോ ഹൗ പീപ്പിൾ, ആളുകൾ തിയേറ്ററിൽ വരുമോ വരത്തില്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാം. ദർ ഇസ് നോ, അതിനൊരു ഇതില്ല. ഒരു പടം വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. ആ പടം വരേണ്ടത് നമ്മുടെ, കാരണം ദുരന്തർ അവിടെ ഇല്ല, മിഡിൽ ഈസ്റ്റിലില്ല. അപ്പം ആ പടം വരേണ്ടത് നമ്മുടെയാണ്. അപ്പം നമ്മുടേത് അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർക്ക് ഇറങ്ങാൻ. അപ്പം ഞാൻ ഇനി ഇറങ്ങാനിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സായ പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ വിളിക്കും. എന്നിട്ട് പറയാം, എന്താ നിങ്ങളുടെ പരിപാടി? ചേട്ടൻ അറിഞ്ഞിട്ട് വേണ്ടേ, നമ്മളാണ് ഗിന്നിപ്പിഗ്. അപ്പം നമ്മൾ പോയിട്ട് അഥവാ അവസ്ഥ കണ്ടിട്ട്, അപ്പൊ എൻ്റെ അവസ്ഥ കണ്ടിട്ട് വേണം ഇവർക്ക്. അപ്പം ഞാനിങ്ങനെ എന്താ ചെയ്യാ. അപ്പം ഇത് ഇറക്കിയ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് ഇറക്കാതിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇത് ഇത്രയും വലിയ പടമല്ലേ, നമ്മൾ എങ്ങനെയൊക്കെയോ ഇത് സിനിമ ഇറങ്ങാൻ വേണ്ടി ഡേറ്റ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ പടങ്ങൾ അന്ന് വരാനുണ്ട്. ദൃശ്യം വരാനുണ്ടായിരുന്നു, പേട്രിയോട്ട് വരാനുണ്ട്. ഇപ്പം ഞാൻ അനിച്ചേട്ടനെ വിളിക്കും, അനിച്ചേട്ടാ എന്നാണ് മോനെ നമ്മൾ ഒരു ഡേറ്റ് പറഞ്ഞു, ഞാൻ കൂടെ ഇറക്കില്ല എന്ന് അങ്ങനെയൊക്കെ പറയും. പക്ഷേ അവസാനം എല്ലാവരും അവരുടെ ഇപ്പം പേട്രിയോട്ട് എന്നാണ് ബാൻഡ് പറയും, ഞാൻ ഇന്ന ദിവസമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങിക്കോട്ടെ. അങ്ങനെയാണ് ആ ഡേറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വലിയ പടങ്ങൾക്ക് 2 ആഴ്ച വെച്ച് കൊടുക്കണം. വാഴ വിപിന ഞാൻ അഭിനയിച്ചിരിക്കുന്നതും കൂടെ പടമാണ്. അപ്പം ഞാൻ വിളിക്കും, അപ്പം ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ, നമ്മൾ ഈ സമയത്ത് ഇറങ്ങിക്കോളാം. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ആ ഡേറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആലോചിക്കുന്നത് ഇത് ഇറക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക. ഇതെല്ലാം കൂടെ ഏപ്രിൽ മെയ്യിലേക്ക് വരും. 2 ആഴ്ച കിട്ടേണ്ടടുത്ത് 1 ആഴ്ച കിട്ടുള്ളൂ. കൂട്ടൈഡി. അതിൻ്റെ കൂടെ വേറൊരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ കൂടെ ഇതിനകത്ത് വന്നു എന്ന് പറഞ്ഞാൽ തിയേറ്റേഴ്സിൻ്റെ പ്രശ്നം. അതായത് കുറേ നാളായിട്ട് തിയേറ്ററിൽ പടമില്ല, നോമ്പ് കാലം അതിന് മുമ്പ്. അപ്പം പരീക്ഷയായിരുന്നു ഫെബ്. അപ്പോൾ അവിടെ വലിയ പടങ്ങളൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ ഇനി തിയേറ്ററിൽ പടം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇഷ്യൂ ആണ്, കാരണം അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അങ്ങനെ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിളിക്കുന്നു, ഫിയോക്കിന്ന് ആൾക്കാർ വരുന്നു, ഇറക്കാതിരിക്കരുത്, നിങ്ങൾ ഇറക്കിയില്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് സംഭവം, നമ്മളെല്ലാ സപ്പോർട്ടും തരാം. അതിലൊരു കോമഡി എന്ന് പറഞ്ഞാൽ തിയേറ്റർ അസോസിയേഷൻ പറയാം, ഞാൻ എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഹോൾഡ് ഓവർ പാറ്റേൺ ഇല്ലാതെ 2 ആഴ്ച ഓടിച്ചു തരാൻ. ഹോൾഡ് ഓവറോ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ
ഇത് ഹോൾഡ് ഓവർ എന്നൊന്നും പറയാൻ ഞങ്ങൾ ഓടിച്ചോളാം. ഹോൾഡ് ഓവർ പാറ്റേൺ നോക്കാതെ ഓടിച്ചേരാ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ഞാൻ രണ്ടാമത്തെ ആഴ്ച ഹോൾഡ് ഓവർ ആവുമെന്നാണോ? അതാണ് അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് തകർന്ന്. സത്യം. എന്തായാലും അത് വിട്ട് അപ്പം തിയേറ്ററുകാരുടെ അവസ്ഥയും കൂടെ കണ്ടപ്പോൾ ഞാൻ വീണ്ടും മേനിച്ചേട്ടൻ അവിടെ എത്തി. മേനിച്ചേട്ടൻ പറഞ്ഞു നമുക്ക് അങ്ങ് ഇറക്കാം വിജയ്, വേറെ എന്ത് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞ ഇറക്കാമല്ലേ. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഇറങ്ങുന്നതിൻ്റെ തലേന്ന് വേണമെങ്കിലും ഇത് മാറ്റി വയ്ക്കാം എന്നുള്ളത് കൊണ്ട് OTTയും ഒന്നും എടുത്തിട്ടില്ല. സാധാരണ നമ്മൾ രാവിലെ എണ്ണീക്കുമ്പോഴേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കൂലേ, നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട്, അയലത്തുകാരുടെ കാര്യം അല്ലെങ്കിൽ കൂട്ടുകാരെന്തെങ്കിലും, അതൊക്കെ ഇപ്പം രാവിലെ എണ്ണീറ്റ് ഞങ്ങൾ അപ്പം നോക്കിക്കൊണ്ട് നെതന്യാഹു എന്ന് പറയുന്നു എന്നുള്ളതാണ്. എന്താണിന്ന് നെതന്യാഹുവിന്റെ മൂഡ്, അല്ലെങ്കിൽ എന്താണിന്ന് അവിടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നു. ഒരു അവരുടെ തമ്മിലുള്ള ഇഷ്യൂന് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? സത്യം. ഇപ്പൊ ട്രംപ് നിശ്ചയിക്കണം എന്നൊക്കെ ചെയ്യണോന്നുള്ളത് ട്രംപിന്റെ മൂഡ് അനുസരിച്ച് വേണം നമ്മൾ. ട്രംപ് പറയുന്നതനുസരിച്ച് എല്ലാരും നടന്നാൽ മതി.